ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ ഹൗസ് വാമിംഗ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എല്ലാവരും കാണുമ്പോൾ അന്വേഷിക്കൽ നടത്തിയിട്ടുണ്ട്, എന്താ ഹൗസ് വാമിംഗ് വീഡിയോ ഇടാത്തതെന്നുള്ളത്. പൊതുവേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് ഒരു മാസം കഴിഞ്ഞാലേ അപ്ലോഡ് ചെയ്യുള്ളൂ, ഒരു മാസം അതിലപ്പുറം കഴിഞ്ഞാലേ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. നമ്മൾ രാവിലെ പുലർച്ചെ തന്നെ സുന്നത്ത് നിസ്കാരം സുബഹി നിസ്കാരം ഒക്കെ എല്ലാവരും അവിടെ നിന്ന് തന്നെയായിരുന്നു. പിന്നെ രാവിലെ തന്നെ നമുക്ക് പാല് കാച്ചലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി അവിടെ തന്നെ ഇരുന്നു. പിന്നെ അനുമോൻക്ക് മദ്രസ ഉണ്ടായിരുന്ന പോനെ അങ്ങനെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ഞാൻ രാവിലെ തന്നെ വീടൊന്ന് അടിച്ചു തുടച്ച് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നു. ആ ഒരു ടൈമിൽ കൊച്ചു മോനു കുഞ്ഞാനും ഒരു മൂന്നാളും വന്നിട്ടുണ്ടായിട്ടോ. വന്നത് എന്തിനാന്നുള്ളത് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ചെടികൾ വെച്ച ആ ഒരു ഭാഗത്ത് പുഴക്കല്ല് കൊടുന്നിടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അതൊക്കെ ഒരു മൂന്നാളും സെറ്റാക്കി ഇട്ട് തന്നിട്ടുണ്ടായിട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായില്ല കേട്ടോ. കാരണം അത്രയും അത് രാവിലെ പോലെ പോയി കല്ലൊക്കെ എടുത്ത് അതങ്ങനെ വന്ന് സെറ്റാക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ സങ്കടമായി. കാരണം ഞങ്ങൾ വന്ന ടൈമിൽ എനിക്ക് പോലെ മെയിൻ ചെയ്യാനോ ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാൻ പറ്റിയില്ല. ഒരു വന്ന ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ല തിരക്കുടിച്ച പണിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോയതോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ആ ഒരു ടൈമിൽ പോലെ അത് ചെയ്തത് ഭയങ്കര ഒരു ഉപകാരമായിട്ടോ. കാരണം അവിടെ കാണാനൊരു വൃത്തി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെടി കുഴിച്ചിട്ടൊന്നല്ല, അതൊന്നും സെറ്റാക്കിയിട്ടുണ്ടായില്ല. പിന്നെ രാവിലെയാണ് സെറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം വൈകിട്ടോ. രാത്രി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പോലും കുറച്ച് നേരം വൈകിച്ച് അങ്ങനെ രാവിലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനല്ല വീഡിയോ എടുക്കണത് കേട്ടോ. ഞാൻ അപ്പുറത്ത് എന്തോ തിരക്കിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നാത്തുവിൻ്റെ കുട്ടിനെ പിന്നെ നമ്മളെ കുഞ്ഞിനെ കേൾപ്പിച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി വെള്ളം കൊണ്ട് നേരെ വന്നിട്ടുണ്ട് കേട്ടോ. ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ വീഡിയോ ഇടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ എനിക്കുള്ളതാണല്ലോ സൗണ്ട് പോവുക. അങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് തന്നെ സൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് സൗണ്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിയായിട്ടുണ്ടായിരുന്നു. അത് ശരിയായപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് അങ്ങനെ പോയി. പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണ് പിന്നെയെന്ന് വിചാരിച്ചാൽ പിന്നെ അത് നടക്കൂല. ഇപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇടാൻ കാരണം ശരിക്കും സ്റ്റോറേജിൻ്റെ പ്രശ്നം, പിന്നെ അങ്ങനെ വീടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഹൗസ് വാമിങ് ഇടുമ്പോൾ അതൊരു രസമല്ലല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ പാല് കാച്ചാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു 10-10:30 ആകുമ്പോഴത്തേക്കാണ് പാല് കാച്ചിട്ടുണ്ടായിരുന്നത്. പുലർച്ചക്ക് കാച്ചാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പാല് കാച്ചിൽ കൂടുകയും ചെയ്യാം. പിന്നെ മൗലൂദിലൊക്കെ പങ്കെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പാല് കാച്ചിട്ടുണ്ടായിരുന്നത്. തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉസ്താദും ഉമ്മയും കൂടിയാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പേടി ഉണ്ടായിരുന്നു. കാരണം തലേ ദിവസവും കൂടി രാത്രി അടുക്കളയിൽ പണിയും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ അടുപ്പിലുണ്ടായിരുന്നു. നനയും കാര്യങ്ങളൊക്കെ തലേ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ടൈൽസ് പണിയും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിങ്ങും കാര്യങ്ങളും തലേ ദിവസം വരെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തലേ ദിവസമൊക്കെ നമ്മൾ നല്ല പണിയിലാണ്ടോ. ടൈൽസ് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അടുക്കള നമ്മൾ രാത്രി അടച്ചിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിറ്റേ ദിവസമാണ് തുറന്നിട്ടുണ്ടായിരുന്നത്. അതാണ് പിറ്റേ ദിവസം എനിക്ക് നല്ല പണി ഉണ്ടായിരുന്നു. കാരണം ക്ലീനിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും എന്തോ ഒരു കുഴപ്പമില്ലാതെ കത്തി കിട്ടിയിട്ടു. ഞങ്ങൾ അങ്ങനെ കത്തൊന്നും വിചാരിച്ചിരുന്നില്ല. ഒരു കുഴപ്പമില്ലാതെ തീ കെടാതെ അങ്ങനെ കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലൊക്കെ വെച്ച് ഞാൻ എൻ്റെ വക ജസ്റ്റ് വിറകും ഓലക്കൊടിയൊക്കെ ഒന്ന് വെച്ചൊന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പാലിങ്ങനെ തിളച്ച് പോകണ കാണാനുണ്ട്. ഭയങ്കര രസമല്ലേ. അപ്പോൾ പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഷാഖാനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഷാക്കിയൊക്കെ ഒന്ന് ഇളക്കി പിന്നെ അങ്ങനെ പാൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു താമസം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പ് ചൂടായി അതങ്ങോട്ട് തിളക്കാൻ വേണ്ടിയിട്ടുള്ള താമസം അത്രേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ കലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് തിളച്ച് പിന്നെ മൗലൂദും കാര്യങ്ങളൊക്കെ തുടത്തിയിട്ടുണ്ട്. മൗലൂദ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു തിളച്ച പാല് നമ്മൾ ചെറിയ ഗ്ലാസ്സിലാക്കി ചെറുമധുരം ഇട്ടിട്ട് അങ്ങനെ ഗ്ലാസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കൊടുക്കണം എന്നാണ് പറയുക. വന്നവർക്കൊക്കെ ആ ഒരു പാല് കൊടുക്കണം എന്നാണ് പറയുക. അപ്പം ഞങ്ങളിത് ഈ ഒരു ചെറിയ ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പാലായതുകൊണ്ട് പച്ചപ്പാലല്ലേ, വേറെ ഒന്നും ചേർക്കാതെ. അപ്പം അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ നമ്മൾ ഒഴിച്ച് എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് മധുരം വാങ്ങണം എന്നുണ്ടായിരുന്നു. അത് നമ്മൾ വീട് പണി തുടത്തിയ മുതൽക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന് മറക്കുമല്ലോ. അപ്പം അങ്ങനെ മധുരം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ മറന്നു. പിന്നെ നട്ട്സ് നമ്മൾ മുന്തിരി ബദാമും ഉണ്ടായിരുന്നു, അതിലും പിസ്ത ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ഒരു ടൈമിൽ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു എന്ന് പറഞ്ഞാൽ അത് മാളിക്കുന്നിലായിരുന്നു. പിന്നെ ബാക്കി രണ്ടും കൊടുത്തപ്പോൾ അത് കവർ അങ്ങോട്ട് മിസ്സായി പോയി. അങ്ങനെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അതും പാലും ഈ 2 ഐറ്റം നട്ട്സും കൂടി വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലത്തെ ആ ഒരു പരിപാടി അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. മൗലൂദും പാലാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളൊന്നും ആ ഒരു ടൈമിൽ ഉണ്ടായില്ല കേട്ടോ. എല്ലാവർക്കും എത്തുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു റിസ്ക്കും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കട്ടിങ്ങും സൗണ്ട് കൊടുക്കുന്ന ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് തോന്നുന്നത്. കാരണം ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടി നമ്മൾ എന്താണ് പറയുക എന്നുള്ളത് ശരിക്കും ആ ഒരു ടൈമിൽ നമുക്ക് അറിയില്ല.
ശരിക്കും ഇങ്ങനത്തെ ടൈമിലൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് ഓൺ വോയിസിൽ വീഡിയോ ചെയ്താലോ എന്നുള്ളത്. കാരണം വോയിസ് ഓവർ കൊടുക്കാതെ നമ്മൾ അപ്പോൾ ഓൺ വോയിസിൽ ചെയ്താലോ എന്നുള്ളത്. പിന്നെ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും കൂടുന്നതല്ലേ, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനെ വോയിസ്, നമ്മളെ വോയിസ് ഇടുന്ന പോലെയല്ല മറ്റുള്ളവരുടെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിതിൽ ആഡ് ആക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വോയിസ് കട്ട് ചെയ്തതാണ് കേട്ടോ. ശരിക്കും ഓൺ വോയിസിൽ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കില്ല. കാരണം നമ്മൾ വീഡിയോ പിന്നെ സൗണ്ട് കൊടുക്കേണ്ടതൊന്നും ആവശ്യം വരുന്നില്ലല്ലോ. നമ്മളെ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല. ഓരോരുത്തരും കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ തട്ടിക്കൂട്ടി വെക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റിൻ്റെയും അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺബോക്സിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വന്നവരെ തന്നെ ഓരോരുത്തരായിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനോ കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. ഏകദേശം ഉള്ളവരൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം എൻ്റെ വീഡിയോയിലൂടെ കണ്ടിട്ട് അറിയുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരും ഉണ്ട്. കോട്ടപ്പുറത്തെ ഫാമിലി, മാളിക്കുന്നിൻ്റെ ഫാമിലി, പിന്നെ ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. മാളിക്കുന്നിൽ ഞങ്ങൾ അയൽവാസിയും കൂടിയാണ്. ആൾക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്ന് പരിചയപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിയ ഇഷൽ വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ആക്കിക്കോട്ടോ. ഓൾക്ക് വെള്ളം കൊടുത്ത് കുറച്ച് നേരം മെയിൻ ചെയ്ത് നേരെ ഞാൻ ഫുഡ് കഴിക്കണോടത്ത് പോയിട്ട്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്ന് മെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഭാരം പിടിച്ച പണികളും കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മളിങ്ങനെ എല്ലാവരെയും മെയിൻ ചെയ്യുക, തരുന്ന ഗിഫ്റ്റൊക്കെ ഒന്ന് വാങ്ങി അവിടെ ഇവിടെയും വെക്കുക, അത്രയേ ഉള്ളൂ. ഫുഡ് കഴിക്കണോടത്ത് ജസ്റ്റ് ഒന്ന് പോയി എല്ലാവരെയും ഒന്ന് മെയിൻ ചെയ്ത് അങ്ങനെ പോന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫുള്ള് ഞാനല്ല കേട്ടോ. ജസ്റ്റ് ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കണുള്ളൂ. വീഡിയോ ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നത് നാത്തുവിൻ്റെ ചെറിയ മോളാണ് കേട്ടോ. മിനു എന്നാണ് പേര്. ആൾ ഫുള്ള് തുടക്കം മുതൽ അവസാനം വരെ നടന്ന് എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ എല്ലായിടും എത്തലും നടക്കൂല. ഷോർട്സിനും റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ കുഞ്ഞി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാളും രണ്ട് ഫോണുമായിട്ട് അങ്ങോട്ട് നടക്കുന്നു. ഒക്കെ എൻ്റെ പുറകെ ഉണ്ടായിട്ടുണ്ടോ. കാരണം ഞാനാണല്ലോ മെയിൻ. അപ്പം എൻ്റെ പിന്നാലെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം ആരെയും ഇതുപോലെ ഏൽപ്പിച്ചിട്ട് ഇത്രയും സത്യസന്ധമായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടില്ല. ശരിക്കും ഈ കല്യാണം പോലെ ഒന്നുമല്ല കേട്ടോ കുടിയിരിക്കൽ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഒരു ഉച്ച കഴിയുന്ന വരെ ഏകദേശം ആൾക്കാരും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോരുത്തർ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാലും രാത്രി വരാത്തവർ, ഉച്ചയ്ക്ക് വരാത്തവർ ജസ്റ്റ് വന്നു പോവും. അങ്ങനെയൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ അത് അനുഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും കല്യാണം പോലെ ഒന്നുമല്ല. രാത്രി വരെ നമുക്ക് തിരക്കും കാര്യങ്ങളും തന്നെ. കാരണം രാത്രി കഴിഞ്ഞാലും തിരക്കും കാര്യങ്ങളും തന്നെ ആയിരിക്കും കേട്ടോ. ശരിക്കും അപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടി ഒരു ടീം വരും. അപ്പോൾ നമ്മൾ ഓലെ മെയിൻ ചെയ്ത് വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് കുറച്ച് നേരം വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറെ ആൾക്കാർ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഓരോരുത്തർ പോയി തിരിച്ച് വരുമ്പോഴേക്കും മറ്റുള്ള നമ്മൾ മെയിൻ ചെയ്തോന്ന് ജസ്റ്റ് നമ്മൾ മറന്നിട്ടുണ്ടാകും. ശരിക്കും എനിക്ക് ആകെ കൺഫ്യൂഷൻ ചെയ്യുന്നുണ്ടോ. കാരണം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ അവരോട് മെയിൻ ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ എന്താണോ ഏതാണോ നമുക്കറിയില്ല. മറ്റുള്ളവർ വിചാരിക്കും ഓ ഒരു ജാടാന്ന്. പക്ഷേ ശരിക്കും നമ്മൾ മറ്റൊരു വീട്ടിൽ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓടി നടന്ന് എല്ലാവരോടും വർത്താനം പറഞ്ഞ് നടക്കുന്ന പോലെയല്ല. സ്വന്തം വീട്ടിൽ പരിപാടി ഉണ്ടാകുമ്പോൾ ഇനി അതിനേക്കാളുപരി ഇതിൽ ശരിക്കും ഞാനും ഷാക്കിയും മാത്രമാണ് എല്ലാവരും സ്വീകരിക്കേണ്ട മെയിൻ ഉത്തരവാദിത്തം എന്ന് അറിയുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനുണ്ടാവും. ആർക്കെങ്കിലും വല്ല പരിഭവം ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് എല്ലാവരെയും നമ്മൾ ഓടി നടന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. ജാമുനോടാ മൊബൈൽ എടുത്ത് പറഞ്ഞ പിന്നെ അതേ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ദം റൈസും പിന്നെ ചിക്കൻ കടായിയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞാവിടെ ഫ്രണ്ട് വന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദം റൈസും ചിക്കൻ കടായിയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു ഫുഡ് ഏൽപ്പിക്കാൻ കാരണം എന്താണെന്ന് പറയാട്ടോ. ഷിനാജിൻ്റെ പരിപാടിക്ക് നമ്മൾ ഷിനാജിൻ്റെ മാരേജിന് വെച്ച ആളാണിത്. അപ്പോൾ നല്ല കിടിലം ടേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. നല്ല 100 മാർക്കും കിട്ടിയൊരു ഫുഡായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ അയാളെ കൊണ്ട് തന്നെ നമ്മളിത് വെപ്പിച്ചത്. ആരാ എന്താ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരാളെ കയ്യിൽ നമ്മൾ പോയി വണ്ടിയിടേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് പൂമോളെ പ്രസവക്കൂട്ടലിനും ഈ ആളെന്നെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അന്നും നല്ല അടിപൊളി കിടിലം ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് വെപ്പ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അയാളെ അസിസ്റ്റൻ്റാണ് നമ്മളെ പരിപാടിക്ക് വെച്ചതെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഫുഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. വേറെ ഒന്നുമല്ല, 5 പൈസക്ക് കൊള്ളാത്ത ഫുഡായിരുന്നു കേട്ടോ. പോയി ഭയങ്കര സങ്കടമായി. പിന്നെ മാളിക്കുന്നിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ക്യാമറയ്ക്ക് എന്തോ ഒരു
നല്ലൊരു മങ്ങൽ വെച്ചിട്ടുണ്ട്. മാളിക്കുന്നേരെ കണ്ടതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ എല്ലാവരും വന്നതിലൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. മോനുവിൻ്റെ ചങ്കളുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഓലെയും വിളിക്കും. അങ്ങനെ വന്നവർ ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സാജിയുടെ ബ്രദറിൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആള് ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ പോകുമ്പോൾ ടാറ്റയൊക്കെ കട്ടിത്തന്ന് പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാവില്ല ഒരു വീഡിയോ കിടക്കണം കേട്ടോ. ഫുഡ് കഴിക്കണതൊക്കെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ വന്നു പോകും. ജസ്റ്റ് സമയക്കുറവുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ രാത്രി ഉച്ചയ്ക്ക് വരാൻ പറ്റാത്തവർ 1-2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓലൊക്കെ സ്വീകരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അതേ ഒരുപാട് ഒതുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെ ഗിഫ്റ്റ് പൊളിച്ചതിൻ്റെ വേസ്റ്റ് കവറും പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഒതുക്കി പെറുക്കി അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെയാണ് കിടക്കുന്നത്. വരുന്നവർക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രി വീണ്ടും ഗിഫ്റ്റിൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്നിട്ട് എന്തൊക്കെയാണ് ജസ്റ്റ് വീണ്ടും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ ഗിഫ്റ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഗ്ലാസിൻ്റെ 2 സെറ്റും പിന്നെ ഈ ഒരു അപ്പച്ചട്ടി പിന്നെ ഒരു കാസറോളും കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മാക്ക് തറവാട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷാഖാൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ. ഇതൊക്കെ ആരെ തന്നേന്ന് എനിക്കറിയില്ല, കാരണം പേരൊന്നും ഇല്ലാത്ത ഗിഫ്റ്റുകളായിരുന്നു. അങ്ങനെ ഞാൻ അതങ്ങോട്ട് കൊടുത്തു. പിന്നെ ഈ ഒരു മാഷാല്ലാ എന്ന് എഴുതിയ ഈ ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നത് സുനീറാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി തന്നാണ്ട്. ഇത് മാത്രമേ എനിക്ക് ആളറിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗിഫ്റ്റ് ഒന്നും ഞാൻ എനിക്ക് ഇഷ്ടമായിട്ടല്ല കേട്ടോ കൊടുക്കുന്നത്. കാരണം ഈ ഒരു ഗിഫ്റ്റ് തന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരേ സാധനങ്ങൾ തന്നെ 1-ലോ 2-ലോ അധികം നമുക്ക് അതേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ 1-ൽ കൂടുതലുള്ളത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വെറുതെ നമ്മൾ എടുത്തു വെച്ച് ഒരുപാട് കാലം എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ല. യൂസ് ചെയ്യണത് ഞങ്ങൾ യൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണിട്ടത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇതിൽ 2-3 വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ രാവിലെ എണീച്ച് കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പാളിപ്പോയ ചിക്കൻ കടായി ഉണ്ടോ. അപ്പോൾ ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറാട്ട ഉണ്ടായിരുന്നു, അതും കൂടി ചൂടാക്കി എടുക്കുകയാണ്. നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. ശരിക്കും രാവിലെ അടുക്കളയിൽ കയറിയപ്പോൾ നല്ല തപ്പലുണ്ടായിരുന്നു. കാരണം ഒരു കുട്ടിക്കളി കളിക്കണ പോലെയായിരുന്നു. എന്തൊക്കെയാണ് എവിടെയൊക്കെയാണുള്ളതെന്ന് ശരിക്കും എനിക്ക് തന്നെ അറിഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ടൊക്കെ ചൂടാക്കി എടുക്കാത്തതുകൊണ്ട് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു 3-4 ദിവസം ആയപ്പോഴത്തേക്കും ഏകദേശം അങ്ങോട്ട് ശരിയായി വന്നിട്ടുണ്ടായിരുന്നുണ്ടോ. രാവിലത്തെ പരിപാടി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. പിന്നെ നേരെ ഞങ്ങൾ മാളിക്കുന്നിക്ക് വിട്ടു. കാരണം ഹൗസ് വാമിങ്ങിൻ്റെ പിറ്റേ ദിവസം കുഞ്ഞാവ തിരിച്ചു പോവുകയാണ്. ഒരു 15 ദിവസത്തെ ലീവിനാണ്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടി പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ഞാൻ ചെന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറങ്ങാനായ ടൈമിലാണ്ടോ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നേ. ഈ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോകുന്നത് വരെ തന്നെ ഞാൻ മാളിക്കുന്നില്ല തന്നെ. കാരണം ഇതിങ്ങനെ പരിപാടി ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ശരിക്കും ഈ ഒരു 15 ദിവസം ഞങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞ പോലെയാണ്ടോ തോന്നിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളിങ്ങനെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഞാനും മോനും ഞാനൊക്കെ നമുക്ക് അവിടെ പോകണം പെരിന്തൽമണ്ണ പോകണം, മൈസൂർ പോകണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എനിക്ക് ശരിക്കും ഒരു 3 ദിവസം കടന്നു പോയ പോലെയായിരുന്നു. നല്ല സങ്കടം ഉണ്ടായിരുന്നു ഓൻ ഇറങ്ങി പോണ ടൈമിൽ. ഫസ്റ്റ് ടൈം ദുബായിക്ക് ഇറങ്ങുന്ന ടൈമിൽ എങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മണ്ണാർക്കാട് പോകണമാതിരി ടാറ്റയെ കാട്ടി അങ്ങനെ ലാവിഷായിട്ടാണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം പോകാൻ തീരുമാനിച്ച ടൈമിൽ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. എല്ലാം റെഡിയാക്കി ഫുൾ സെറ്റായിട്ടാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു പോകണ്ടാന്ന്. അന്നോന് ഭയങ്കര സന്തോഷം, പോകാനുള്ള പൊലിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പോകുമ്പോൾ ചെറുതായിട്ട് മനസ്സിലേക്ക് കൊണ്ടുക്കണുണ്ടോ. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം വന്ന് നിൽക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇപ്പം ഫാമിലിൻ്റെ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയല്ലേ. ഇപ്രാവശ്യത്തെ പോക്ക് പിന്നെ ആൾ പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണത്. ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞാവനെ ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടാക്കാനൊന്നും പോകല്ലോ. ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഓല് ഭയങ്കര സെറ്റാണ്. അപ്പോൾ ഓല് ഫ്രണ്ട്സ് ആര് വന്നാലും ഓലെന്നെ പോയി കൊണ്ടാക്കലും എല്ലാം ഓലെന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് 15 ദിവസത്തെ അടിച്ചുപൊളി ജീവിതം കഴിഞ്ഞ് കുഞ്ഞാവ വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയാണ്. പെണ്ണ് മാറ്റിയപ്പോ പോണില്ലായിരുന്നു. കുഞ്ഞാവ് ഇങ്ങനെ എന്നെ കൊണ്ടുപോവാ. അച്ഛനെ കുഞ്ഞാവ് സ്കൂളിൽ ചേർന്നപ്പോ പിന്നെ എന്തിനാ പോയിരുന്നു. കുഞ്ഞാവനെ യാത്ര അയച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വീട്ടിലേക്ക് ഇരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെയല്ലേ. അങ്ങനെ തിരിച്ച് വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നിഷേഖാൻ്റെ ഫ്രണ്ടും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ്ടോ, മൻസൂറ എന്നാണ് പേര്. അപ്പോൾ ആളും വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോല് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഞങ്ങൾ അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു കേട്ടോ. കാരണം എല്ലാം അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങളത് എടുത്തിട്ടുണ്ടായില്ല. അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു പാത്രമാണ്. നമുക്ക് ഒരുപാട് ആൾ കൂടുമ്പോൾ ചോറൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടും. ക്യൂട്ടായിരുന്നു. എൻ്റെ ലഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി.
വേണ്ടിയിട്ട്. പിന്നെ നിഷാദ് ചായ കുടിച്ച് അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്കും വരാൻ പറ്റിയിട്ടുണ്ടായില്ല ഹൗസ് വാമിങ്ങിൻ്റെ അന്ന്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓരും കുറച്ച് നേരമൊക്കെ നിന്ന് അങ്ങനെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ സുബൈദമ്മ ഇപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോലും കുറച്ച് നേരം നിന്ന് അങ്ങനെ ഓരോ കൂടെ തന്നെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇത് ഓര് കൊടുക്കുന്ന ഗിഫ്റ്റാണല്ലോ. അപ്പോൾ അതും ഞാൻ ആ ഒരു ടൈമിൽ തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തിയോട്ടർ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഹൗസ് വാമിങ് കഴിഞ്ഞ് കിട്ടണം എന്നുള്ളത്. അവിടെ ചെന്ന് നേർച്ച പൈസ ഇട്ട് യാസീനൊക്കെ ഒതി. പിന്നെ ഈ ഒരു എണ്ണ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അവിടെ തേക്കാനും പിന്നെ കുറച്ച് കുടിക്കുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോകുന്നു. നേരെ ഷാഖാൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ കണ്ടു പോന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഹൗസ് വാമിംഗ് ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാഖാൻ്റെ കസിന് വീട്ടിലുണ്ടായിരുന്നു, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്ടോ. അവിടെ നിന്ന് ആക്കി നേരെ തിരിച്ച് വരുന്ന വഴി നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കടയിൽ. ഇത് മാറ്റിയിട്ട് ഈ ഒരു 2 ഐറ്റം പാത്ര സ്റ്റാൻഡ് ഉണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ ഹൗസ് വാമിംഗ് വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടാ.